മംഗളവാദ്യങ്ങളുടെ മുഴക്കം നിലച്ചിട്ട് അധിക നേരമായിരുന്നില്ല. പക്ഷേ ആ വീടിന്റെ അകത്തളങ്ങളിൽ മരണ വീടിനേക്കാൾ നിശബ്ദതയാണ് തളം കെട്ടിയിരുന്നത്. മുറ്റത്ത് കെട്ടിയ പന്തൽ കാറ്റിലൊന്ന് കുലുങ്ങിയപ്പോൾ ശോഭയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ കഴുത്തിൽ വീണ ആ താലി ഒരു മാലയായിരുന്നില്ല, മറിച്ചൊരു ജീവിതകാലം മുഴുവൻ പേരേണ്ടി വരുന്ന ഒരു ഭാരമായി അവൾക്ക് തോന്നി. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ ദേഷ്യത്തോടെ എറിയുന്ന ശബ്ദം കേട്ടു. അമ്മയാണ്. തൊട്ടു പിന്നാലെ ആക്രോശവും. ആദ്യം നിശ്ചയിച്ച കല്യാണം മുടങ്ങിയപ്പോ തന്നെ എന്റെ തലയിൽ മണ്ണ് വീണു. അച്ഛന്റെ ഈ വാശിക്ക് നീയും കൂടി നിന്നു കൊടുത്തല്ലോ. ഇത്തിരി പോന്ന ചെക്കനെ തന്നെയാണോ നിനക്ക് ഭർത്താവായി വേണ്ടിയിരുന്നത്? നിന്റെ മുന്നിൽ തലകുനിച്ച് നിന്നവൻ ഇന്ന് നിന്റെ താലി കെട്ടിയ ഭർത്താവ്. നാളെ മുതൽ നാട്ടുകാർ എന്ത് പറയും? അമ്മയുടെ വാക്കുകൾ ശോഭയുടെ ഹൃദയത്തിൽ ഓരോ കത്തിമുന പോലെ തുളച്ചു കയറി. അവൾ തന്റെ മുറിയിൽ കഥകടച്ചിരുന്നു. കണ്ണാടിയിലെ സ്വന്തം മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ഭയം തോന്നി. കുങ്കുമം തൊട്ട നെറ്റിത്തടം, മഞ്ഞച്ചരടിൽ തിളങ്ങുന്ന താലി, ഇതൊക്കെ അവളുടേതാണോ? അതോ സാഹചര്യങ്ങൾ അടിച്ചേൽപ്പിച്ച ഒരു വേഷപ്പകർച്ചയോ? ശോഭ സർക്കാർ സ്കൂളിലെ മലയാളം ടീച്ചറാണ്. അവൾക്ക് 27 വയസ്സ്. അതേ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന ഇപ്പോൾ ബിരുദ പഠനം നടത്തുന്ന 22-കാരൻ ആകാശിനെയാണ് അവൾക്ക് ജീവിത പങ്കാളിയാക്കേണ്ടി വന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നവരൻ അവസാന നിമിഷം പിന്മാറിയപ്പോൾ ആ അപമാനം സഹിക്കവയ്യാതെ അച്ഛനെടുത്ത പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഇത്. ആകാശിന്റെ കുടുംബം അച്ഛന്റെ ഉറ്റ സുഹൃത്തുക്കളായതുകൊണ്ട് ഒരൊറ്റ ഫോൺ വിളിയിൽ എല്ലാം തീരുമാനിക്കപ്പെട്ടു. ആകാശിനോ ശോഭക്കോ എതിർത്ത് പറയാൻ പോലും അവസരം ലഭിച്ചില്ല. പെട്ടെന്ന് മുറിയിലെ കതകിലൊരു മൃദുവായ തട്ടൽ കേട്ടു. ശോഭയുടെ ശ്വാസം നിലച്ചുപോയി. പുറത്ത് ആകാശാണ്. അവൻ അവളോട് എന്തു പറയും? താൻ അവന്റെ ടീച്ചറായിരുന്നു, ഇപ്പോൾ ഭാര്യയും. അവൻ എന്നെ എങ്ങനെ നോക്കും? അവൾ പതുക്കെ കതക് തുറന്നു. മുന്നിൽ ആകാശം നിൽക്കുന്നു. അലങ്കാര വസ്ത്രങ്ങളൊന്നും അവനൊട്ടും ഇണങ്ങുന്നില്ലെന്ന് ശോഭയ്ക്ക് തോന്നി. അവന്റെ കണ്ണുകളിൽ പരിഭ്രമവും കുറ്റബോധവും നിറഞ്ഞു നിന്നിരുന്നു. ടീച്ചർ, അവൻ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. അവന്റെ ആ വിളി ശോഭയെ വല്ലാതെ വേദനിപ്പിച്ചു. ഇന്നലെ വരെ താൻ പഠിപ്പിച്ച വാക്കുകൾ അതേ ബഹുമാനത്തോടെ അവൻ വിളിക്കുമ്പോൾ അതിൽ ഒരു ഭർത്താവിന്റെ പക്വത ഒട്ടുമില്ലായിരുന്നു. ഇനി എന്നെ ടീച്ചർ എന്ന് വിളിക്കരുത്, ശോഭ പിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്നത്തോടെ മാറിപ്പോയിരിക്കുന്നു. പക്ഷെ ഒരു ഭർത്താവിനെ കാണുന്ന കണ്ണോടെ നിന്നെ കാണാൻ എനിക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല. അവൻ ഒന്നും മിണ്ടിയില്ല. താഴേക്ക് നോക്കി നെടുവീർപ്പിട്ടു. പുറത്ത് മഴ ചാറി തുടങ്ങിയിരുന്നു. ആ മഴയുടെ നനവ് ആകാശിന്റെ കണ്ണുകളിലും പടർന്നു. ആ വീട്ടിൽ ഒരേ മേൽക്കുരയ്ക്ക് താഴെ രണ്ട് അപരിചിതരെ പോലെ അവർ നിന്നു. അവരുടെ പുതിയ ജീവിതം ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ ഉയർന്നു നിൽക്കുന്നു. ആദ്യ രാത്രിയുടെ എല്ലാവിധ ആലങ്കാരികതകളും ആ മുറിയിൽ നിന്ന് ഒഴിഞ്ഞു പോയിരുന്നു. മുറിയിലെ ചെറിയ വെളിച്ചത്തിൽ ശോഭ അപ്പോഴും ജനലരികിൽ തന്നെ നിന്നു. പുറത്ത് മഴയുടെ സംഗീതം തുടരുകയാണ്. പക്ഷെ അകത്ത് നിശബ്ദതയുടെ കാഠിന്യം ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. ആകാശ കട്ടിലിന്റെ ഒരറ്റത്ത് തലകുനിച്ചിരുന്നു. ആ 22-കാരന്റെ മുഖത്ത് അപ്പോഴും ഒരു പയ്യന്റെ നിഷ്കളങ്കതയുണ്ട്. എന്നാൽ ആ നിഷ്കളങ്കത ശോഭയ്ക്ക് വലിയൊരു ഭാരമായി തോന്നി. നിനക്കുറങ്ങണമെന്നുണ്ടെങ്കിൽ കിടന്നോ, ശോഭ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. ആകാശം മെല്ലെ നിവർന്നിരുന്നു. ടീച്ചർ, ക്ഷമിക്കണം ശോഭ, എനിക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല. ഇത് സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ശോഭ ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷെ അതൊരു വേദന നിറഞ്ഞ ചിരിയായിരുന്നു. നീ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? ഇതിൽ നിന്റെ തെറ്റില്ലല്ലോ. അച്ഛന്റെ വാശിക്കും നിന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിനും ഇടയിൽ നമ്മൾ രണ്ടാളും പെട്ടുപോയി. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഒരു പേപ്പറിൽ എഴുതിയ കരാർ മാത്രമാണ്. അതിനപ്പുറം എന്തെങ്കിലും ആകാൻ നമുക്ക് കഴിയുമോ? ആകാശം മറുപടി പറയാതെ താഴേക്ക് നോക്കി. അവന്റെ മനസ്സിൽ അപ്പോഴും പഴയൊരു ഓർമ്മയുണ്ട്. സ്കൂളിൽ താൻ ഇംഗ്ലീഷ് ഉപന്യാസം എഴുതുമ്പോൾ ശോഭ ടീച്ചർ ചേർന്ന് നിന്ന് തിരുത്തി തരുന്നതും ആ നിമിഷങ്ങളിൽ താൻ അനുഭവിച്ചിരുന്ന ചെറിയൊരു ആരാധനയും. പക്ഷേ ആ ആരാധനയല്ല, ഇതൊരു വലിയ കടലായി മാറിയിരിക്കുന്നു. ഇന്നവൾ തന്റെ ഭാര്യയാണ്, തന്റെ പഴയ ടീച്ചർ. എനിക്കറിയാം, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അഭിനയമായിരിക്കും ഇത്. എനിക്കറിയാം, ടീച്ചർക്ക് എന്നോട് ഒരു ഭർത്താവിന്റെ പരിഗണന തോന്നില്ലെന്ന്. ആകാശ് എഴുന്നേറ്റ് കട്ടിലിൽ നിന്ന് മാറി തറയിൽ വിരിപ്പി വിരിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ശോഭയുടെ ഉള്ളിൽ ഒരു ചെറിയ കുറ്റബോധം തോന്നി. അവൻ കുട്ടിയല്ല, അവനും വികാരങ്ങളും അന്തസ്സുമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആകാശ്, വേണ്ട, ശോഭ അവനെ തടഞ്ഞു. നീ തറയിൽ കിടക്കണ്ട, നീ കട്ടിലിൽ തന്നെ കിടന്നോളൂ. നമ്മൾ ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടണം എന്ന് ആലോചിക്കണം. പുറത്ത് ആളുകൾ നമ്മളെ ഒരു ദമ്പതികളായി കാണാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഉള്ളിൽ നമ്മൾ അപരിചിതരാണ്. അവൻ വാചകം പൂർത്തിയാക്കി. ആ രാത്രി അവർ രണ്ടുപേരും കട്ടിലിന്റെ രണ്ട് അറ്റങ്ങളിലായി കണ്ണുകളടച്ചു കിടന്നു. ഉറക്കം അവർ കന്യമായിരുന്നു. ഇടയ്ക്കിടെ ജനലിലൂടെ പെയ്യുന്ന മഴയുടെ ശബ്ദത്തിൽ അവരുടെ ഹൃദയമിടിപ്പ് മാത്രം കേൾക്കാമായിരുന്നു.
ആ വീടിന്റെ താഴത്തെ നിലയിൽ ശോഭയുടെ അച്ഛൻ അപ്പോഴും ഉണർന്നിരിപ്പുണ്ടായിരുന്നു. താനെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് മനസ്സിനോട് ചോദിക്കുന്നതിനേക്കാൾ നാളെ രാവിലെ അയൽക്കാർ എന്ത് ചോദിക്കുമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ വേട്ടയാടിയത്. അസ്വസ്ഥതയുടെ ആ നീണ്ട രാത്രി പതുക്കെ പുലരാൻ തുടങ്ങി. വെളിച്ചം വീഴുമ്പോൾ തങ്ങൾ എന്തൊക്കെ നാടകങ്ങളാണ് പുറത്ത് അഭിനയിക്കേണ്ടി വരിക എന്ന് ഓർക്കുമ്പോൾ ശോഭയുടെ നെഞ്ചിൽ ഭയം നിറഞ്ഞു. ഈ പുതിയ ജീവിതം ഒരു വലിയ പരീക്ഷണത്തിലേക്ക് നീങ്ങുകയാണെന്ന് അവർക്ക് അന്നേരം മനസ്സിലായി. പിറ്റേന്ന് രാവിലെ സൂര്യപ്രകാശം മുറിയിലേക്ക് അരിച്ചു കയറുമ്പോൾ ശോഭയുടെ കണ്ണുകൾ നീറി. ഒരുറക്കത്തിന്റെ ആശ്വാസമില്ലാത്ത പുലരി. അവൾ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ നിന്നു. കുങ്കുമം അണിഞ്ഞ നെറ്റിത്തടം കാണുമ്പോൾ അവൾക്ക് തന്നോട് തന്നെ പരിഹാസം തോന്നി. താൻ ടീച്ചറാണോ അതോ വിവാഹത്തിന്റെ പേരിൽ കെട്ടിവെച്ച ഒരു പാവയാണോ? ആകാശ് അപ്പോഴേക്കും കുളി കഴിഞ്ഞ് റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. ഒരു ഭർത്താവിന്റെ എല്ലാ ലക്ഷണമൊത്ത വേഷം. അവനെ കാണുമ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. ഇന്നലെ വരെ ഷർട്ടിന്റെ കോളർ ശരിയാക്കി കൊടുക്കാൻ പോലും മടിച്ച പയ്യൻ എന്ന് വളരെ പെട്ടെന്ന് പക്വത കൈവരിച്ചതുപോലെ. അവർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അച്ഛനുമ്മറത്ത് വർത്തമാനപത്രം വായിച്ചുകൊണ്ടിരിപ്പുണ്ട്. അമ്മ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു. അവളുടെ കണ്ണുകളിൽ മകളുടെ മുഖത്തേക്കാൾ ഉപരി അയൽവാസികളുടെ ശ്രദ്ധയിലാണ് നോട്ടം. ഇന്നലെ രാത്രി സുഖമായി ഉറങ്ങിയോ മക്കളെ? അച്ഛൻ ചോദിച്ചു. ശബ്ദത്തിലൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ശോഭ ഒന്നും മിണ്ടിയില്ല. ആകാശ് ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു. ആച്ച സുഖമായിരുന്നു. അവൻ പറഞ്ഞ ആ ഒറ്റ വാക്ക് ശോഭയുടെ ഉള്ളിൽ വിറയലുണ്ടാക്കി. അഭിനയം തുടങ്ങിയിരിക്കുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയത് രാവിലെ അയൽപ്പക്കത്തെ ലക്ഷ്മി ചേച്ചി വന്നപ്പോഴാണ്. വിവാഹത്തിന് വരാൻ കഴിയാത്തതിന്റെ അസ്വസ്ഥതയോടെ വന്ന അവർ ശോഭയെയും ആകാശിനെയും മാറി മാറി നോക്കി. എന്താ ശോഭെ, ആകാശ് എപ്പോഴാ വന്നത്? നിങ്ങളുടെ വിവാഹം പെട്ടെന്നായല്ലോ. ഞങ്ങളൊക്കെ അമ്പരന്ന് പോയി, ലക്ഷ്മി ചേച്ചി പരിഹാസം കലർന്ന സ്വരത്തിൽ ചോദിച്ചു. ശോഭ മറുപടി പറയാൻ വായ തുറക്കും മുമ്പേ അമ്മ ഇടയിൽ കയറി. വിധി അങ്ങനെ ആയിപ്പോയി ലക്ഷ്മി. ശോഭയ്ക്ക് ആകാശിനെ പണ്ടേ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. അമ്മയുടെ കള്ളം കേട്ടപ്പോൾ ശോഭയുടെ രക്തം തിളച്ചു. പക്ഷേ അച്ഛന്റെ കണ്ണുകളിലെ ആ അപേക്ഷ, അപമാനിക്കപ്പെടാൻ വയ്യ എന്ന ആ കണ്ണുകളിലെ തിളക്കം അവളെ നിശബ്ദയാക്കി. അല്ലേ ആകാശ്? അമ്മ തിരിഞ്ഞ് അവനെ നോക്കി ചോദിച്ചു. ആകാശ് ശോഭയെ നോക്കി. അവന്റെ കണ്ണുകളിൽ അപ്പോൾ ഒരുതരം പക്വതയുള്ള വഞ്ചന ഉണ്ടായിരുന്നു. അതെ ചേച്ചി, അതൊക്കെ പണ്ടേ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളല്ലേ. ടീച്ചർ അല്ല, ശോഭയ്ക്ക് എന്നെ പണ്ടേ ഇഷ്ടമായിരുന്നു. ടീച്ചർ എന്ന വാക്ക് അവൻ വിഴുങ്ങിയത് ശോഭ ശ്രദ്ധിച്ചു. ലക്ഷ്മി ചേച്ചി പോയതിനു ശേഷം വീടിന്റെ ഉമ്മറത്ത് നിശബ്ദത പടർന്നു. ശോഭ നേരെ അച്ഛന്റെ അടുത്തേക്ക് നടന്നു. അച്ഛാ, ഇത് ശരിയല്ല. നുണകൾ പറഞ്ഞ് ഈ ബന്ധത്തെ കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. എനിക്ക് സ്കൂളിൽ പോകണം. കുട്ടികളുടെ മുന്നിൽ ഞാൻ എങ്ങനെ മുഖം കാണിക്കും? അവരെ പഠിപ്പിച്ചിരുന്ന ആ ടീച്ചർ ഇപ്പോൾ അവരുടെ കൂട്ടുകാരന്റെ ഭാര്യയായി മാറിയിരിക്കുന്നു. എന്റെ അന്തസ്സ് എവിടെയാണച്ചാ? അച്ഛൻ പത്രം മടക്കി വെച്ച് തളർന്ന കണ്ണുകളോടെ ശോഭയെ നോക്കി. അന്തസ് എന്ന് പറയുന്നത് നിന്റെ വീട്ടുകാരുടെ അന്തസ്സാണ് മോളെ. നീ സ്കൂളിൽ പോകണം. അവിടെ നീ ടീച്ചർ തന്നെയാ. ആകാശിന്റെ ഭാര്യ എന്ന ലേബൽ വീട്ടിൽ മാത്രം മതി. പുറത്ത് നിന്റെ ജോലി, നിന്റെ അന്തസ്സാണ്. ശോഭ ആകെ തകർന്നു പോയി. അവളുടെ ജോലി, അവളുടെ സ്വപ്നങ്ങൾ എല്ലാം ഇപ്പോൾ ഒരു വലിയ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. താൻ ആകാശിനെ ഒരു ഭർത്താവായി കാണാൻ തയ്യാറാണോ അതോ ഈ ബന്ധം തന്നെ ഉള്ളിൽ നിന്ന് കൊന്നുകൊണ്ടിരിക്കുകയാണോ? പുറത്തൊരു കാർ ഹോൺ മുഴങ്ങി. ആകാശിന്റെ സുഹൃത്തുക്കളായിരിക്കും. അവൻ പുറത്തേക്ക് നടന്നു. അവർ വാതിലിൽ ചാരി നിന്ന് ആകാശം നോക്കി. ഇനിയും എത്ര കാലം ഈ നാടകം തുടരണം? സ്കൂളിലേക്കുള്ള യാത്ര ശോഭയ്ക്ക് വല്ലാത്തൊരു ഭാരമായി തോന്നി. സ്കൂൾ ഗേറ്റ് കടക്കുമ്പോൾ താൻ വർഷങ്ങളായി നടന്നു വന്നിരുന്ന അതേ മുറ്റം ഇന്ന് അപരിചിതമായ ഒരിടം പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ചുറ്റുമുള്ള അധ്യാപകരും ജീവനക്കാരും അവളെ നോക്കുന്ന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടോ അതോ അതെല്ലാം അവളുടെ മനസ്സിന്റെ തോന്നലാണോ? സ്റ്റാഫ് റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ സഹപ്രവർത്തകരുടെ മൗനം അവളെ അലോസരപ്പെടുത്തി. പതിവ് പോലെ സ്നേഹത്തോടെ വിശേഷങ്ങൾ ചോദിക്കാറുള്ളവരാരും ഇന്ന് സംസാരിച്ചില്ല. അവരുടെ കണ്ണുകളിൽ സാതാപമല്ല, മറിച്ച് ഒളിഞ്ഞുകിടക്കുന്ന പരിഹാസവും ചോദ്യങ്ങളുമാണെന്ന് ശോഭ തിരിച്ചറിഞ്ഞു. അവൾ തന്റെ ഡെസ്കിലിരുന്ന് അറ്റൻഡൻസ് രജിസ്റ്റർ തുറന്നു. പക്ഷെ അവളുടെ ചിന്തകൾ മാഞ്ഞു പോയില്ല. ആകാശ് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ അവൻ അത്ര മിടുക്കനായ വിദ്യാർത്ഥി ആയിരുന്നില്ല. പലപ്പോഴും വഴക്ക് കേട്ടിരുന്ന, എന്നാൽ അല്പം കുസൃതിക്കാരനായ ആ വിദ്യാർത്ഥി ഇന്ന് തന്റെ ഭർത്താവായിരിക്കുന്നു എന്നത് അവൾക്ക് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ക്ലാസ് ബെല്ലടിച്ചു. ശോഭ പതിയെ നടന്നു. ക്ലാസ് മുറിയിലെത്തിയപ്പോൾ അവിടെ വലിയ ബഹളമായിരുന്നു. അവൾ ഉള്ളിലേക്ക് കടന്നതും പെട്ടെന്ന് നിശബ്ദത പടർന്നു. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നു. ശോഭയുടെ ഉള്ളിൽ അപമാനം തിളച്ചുപൊന്തി. അവൾ ബ്ലാക്ക് ബോർഡിലേക്ക് തിരിഞ്ഞു നിന്ന് എഴുതാൻ തുടങ്ങി. ടീച്ചർ! പിറകിൽ നിന്നൊരു ശബ്ദം. അവൾ തിരിഞ്ഞു നോക്കി. അഖിലായിരുന്നു. ടീച്ചറുടെ കല്യാണം കഴിഞ്ഞല്ലോ. ആകാശ് ചേട്ടൻ എങ്ങനെയുണ്ട് ടീച്ചറെ? ക്ലാസ്സിലാകെ ഒരു ചിരി പടർന്നു. അത് ശോഭയുടെ വ്യക്തിത്വത്തെ പരിഹസിക്കുന്ന ഒന്നായിരുന്നു. ശോഭയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്കൊന്ന് കരയാൻ തോന്നി. പക്ഷെ ഒരു ടീച്ചർക്ക് ക്ലാസ് മുറിയിൽ വെച്ച് കരയാൻ അവകാശമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അഖിൽ, ക്ലാസ് മുറിയുടെ അന്തസ്സ് കളയരുത്. പഠനവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ സംസാരിക്കേണ്ട. ശോഭയുടെ സ്വരം വിറച്ചു. എങ്കിലും അവൾ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു.
അല്ല ടീച്ചർ, ആകാശ് ചേട്ടൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചർ വലിയ കാര്യമായിരുന്നല്ലോ അന്നത്തെ ആ ആരാധന. ഇങ്ങനെ ഒരു വിവാഹത്തിലെത്തുമെന്ന് ആരും കരുതിയില്ല. അഖിൽ നിർത്താതെ പറഞ്ഞു. ശോഭയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. താൻ സ്നേഹത്തോടെ പഠിപ്പിച്ച കുട്ടികൾ, താൻ ബഹുമാനിച്ചിരുന്ന ആ തൊഴിലിടം എല്ലാം തകർന്നടിയുന്നത് പോലെ അവൾ ഒന്നും മിണ്ടാതെ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. സ്റ്റാഫ് റൂമിലെത്തി ബാഗ് എടുക്കുമ്പോൾ പ്രധാന അധ്യാപകൻ മുറിയിലേക്ക് കടന്നു വന്നു. ശോഭ ടീച്ചറെ, ഒന്ന് വരണം. അദ്ദേഹത്തിന്റെ മുറിയിൽ എത്തിയപ്പോൾ ശോഭയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ശോഭെ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. ഒരു അധ്യാപിക എന്ന നിലയിൽ സ്കൂളിന്റെ അന്തസ്സ് വളരെ പ്രധാനമാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ കുട്ടികളുടെ ഇടയിൽ അച്ചടക്കം നിലനിർത്തുക ബുദ്ധിമുട്ടാണ്. കുറച്ചു ദിവസത്തേക്ക് അവധിയെടുത്ത് വീട്ടിൽ നിൽക്കുന്നതല്ലേ നല്ലത്. അതൊരു നിർദ്ദേശമായിരുന്നില്ല, അതൊരു വിധത്തിലുള്ള പുറന്തള്ളലായിരുന്നു. ശോഭയുടെ കണ്ണുനീർ തടഞ്ഞു നിർത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. അന്ന് സ്കൂളിൽ നിന്നിറങ്ങുമ്പോൾ ഗേറ്റിന് പുറത്ത് ആകാശ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ സ്കൂട്ടറിൽ ഇരിക്കുന്നത് കണ്ട് ശോഭയുടെ ദേഷ്യം പാരമ്യത്തിലെത്തി. നീ എന്താ ഇവിടെ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്കറിയാം സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്, അതുകൊണ്ട് കൂട്ടാൻ വന്നതാ, ആകാശ് വളരെ പക്വതയോടെ പറഞ്ഞു. അവന്റെ ആ സംസാരം ശോഭയെ വീണ്ടും അലോസരപ്പെടുത്തി. താൻ പരാജയപ്പെടുമ്പോൾ അവൻ മാത്രം എങ്ങനെ ഇത്ര ശാന്തനായിരിക്കുന്നു? ആകാശിന്റെ സ്കൂട്ടറിന്റെ പിൻസീറ്റിൽ ഇരിക്കുമ്പോൾ ശോഭയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. സ്കൂളിലെ അപമാനങ്ങൾ അവളെ വല്ലാതെ തളർത്തിയിരുന്നു. താൻ ബഹുമാനിച്ചിരുന്ന പ്രിൻസിപ്പൽ പോലും തന്നോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ താൻ ഒറ്റക്കായി പോയോ എന്ന ഭയം അവളെ വേട്ടയാടി. യാത്രയിൽ ഉടനീളം ആകാശ് ഒന്നും മിണ്ടിയില്ല. എന്നാൽ അവനൊരു മൗനാനുവാദം പോലെ വാഹനം ഓടിക്കുന്നത് ശോഭ ശ്രദ്ധിച്ചു. വീട്ടിലെത്തിയ ഉടനെ അവൾ നേരെ തന്റെ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ടീച്ചർ, വാതിൽ തുറക്കൂ, ഭക്ഷണം കഴിക്കാം. ടീച്ചർ, വാതിൽ തുറക്കൂ, ഭക്ഷണം കഴിക്കാം. ടീച്ചർ ഒന്ന് വിളിക്കരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ശോഭ ദേഷ്യത്തോടെ ചോദിച്ചു. അകത്തുനിന്ന് അവളുടെ ശബ്ദം ഇടറിയിരുന്നു. വാതിൽ പതുക്കെ തുറന്നു. ആകാശ് അകത്തേക്ക് വന്നു. അവന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളവും കുറച്ച് ഭക്ഷണവും ഉണ്ടായിരുന്നു. അവനത് ടേബിളിൽ വെച്ച് മേലെ ശോഭയുടെ അടുത്തേക്ക് വന്നു. ടീച്ചർ, ക്ഷമിക്കണം ശോഭ, ഇനി ഒരിക്കലും ഞാൻ ആ വാക്ക് ഉപയോഗിക്കില്ല. സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. എല്ലാവരും പരിഹസിക്കുന്നുണ്ടാകും അല്ലെ? ആകാശിന്റെ കണ്ണുകളിൽ അവളോടുള്ള സഹതാപമോ പരിഹാസമോ ആയിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു തീവ്രതയായിരുന്നു. 5 വർഷം മുമ്പ് തന്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ അവനുണ്ടായിരുന്ന അതേ തീവ്രത. അന്ന് അതൊരു കുട്ടിയുടെ ആരാധനയായിരുന്നുവെങ്കിൽ ഇന്നതൊരു പുരുഷന്റെ കരുതൽ പോലെ അവൾക്ക് തോന്നി. നിനക്ക് എന്തറിയാം എന്റെ വേദനയെക്കുറിച്ച്? നീ ഒരു ആൺകുട്ടിയാണ്. നിനക്ക് സമൂഹത്തിന്റെ ഈ പരിഹാസം അത്രമേൽ ബാധിക്കില്ല. പക്ഷെ എനിക്ക് എന്റെ കരിയർ, എന്റെ പേര് എല്ലാം പോയി. ഇനിയൊരു സ്കൂളിൽ തല ഉയർത്തി നിൽക്കാൻ എനിക്ക് കഴിയുമോ? ശോഭ വിങ്ങിപ്പൊട്ടി. ആകാശ് അല്പം മടിച്ചു നിന്നെങ്കിലും പിന്നീട് ദൃഢതയോടെ പറഞ്ഞു. ശോഭ, ലോകം നമ്മളെ എങ്ങനെ കാണുന്നു എന്നത് പ്രധാനമല്ല, നമ്മൾ പരസ്പരം എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. ഈ കല്യാണം അച്ഛൻ അടിച്ചേൽപ്പിച്ചതാണ്, അതെനിക്കും അറിയാം. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അന്ന് സ്കൂളിൽ വെച്ച് ഞാൻ എഴുതിയിരുന്ന ആ ഡയറി കുറിപ്പുകളിൽ ടീച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു അവസരമായി കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു വലിയ ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. ആകാശിന്റെ വാക്കുകൾ ശോഭയെ സ്തബ്ധയാക്കി. അവൻ വെറുമൊരു പയ്യനല്ല, തന്നേക്കാൾ പക്വതയോടെ ചിന്തിക്കുന്ന ഒരാളായി അവൻ മാറിക്കഴിഞ്ഞിരുന്നു. അവൻ ഒരു ഭർത്താവിന്റെ ഭാവനയോടെ തന്നോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ശോഭയ്ക്ക് അപരിചിതമായൊരു വികാരം അനുഭവപ്പെട്ടു. നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പ്രായം, ചിന്തകൾ, പക്വത, ഇതെല്ലാം ഈ ബന്ധത്തിന് വിള്ളലുകൾ വീഴ്ത്തുകയുള്ളൂ. ശോഭ അവനെ നോക്കി ചോദിച്ചു. വിള്ളലുകൾ ഉണ്ടെങ്കിൽ അത് തുന്നിച്ചേർക്കാനല്ലേ ഇണകളുള്ളത്? അവൻ അർത്ഥഗർഭമായി ചോദിച്ചു. ശോഭ നിശബ്ദയായി. പുറത്തുമായ ശക്തി പ്രാപിക്കുന്നു. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ആകാശിന്റെ മുഖത്ത് പണ്ടത്തെ ആ കുസൃതി കുട്ടിയല്ല, മറിച്ച് തന്റെ ജീവിതത്തിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു യുവാവിനെയാണ് അവൾ കണ്ടത്. ആ നിമിഷത്തിൽ അവൾക്ക് അവന്റെ സാമീപ്യം അത്ര അരോചകമായി തോന്നിയില്ല. അടുത്ത കുറച്ചു ദിവസങ്ങൾ വീടിനുള്ളിലെ ആ ചുവരുകൾക്ക് പോലും മാറ്റം വന്നതുപോലെ തോന്നി. സ്കൂളിൽ നിന്ന് നിർബന്ധിതാവധിയിൽ പ്രവേശിച്ച ശോഭ പുറം ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചു. വീടിനുള്ളിൽ ആകാശിന്റെ സാന്നിധ്യം അവൾക്ക് പതുക്കെ പരിചിതമായി തുടങ്ങി. അന്ന് വൈകുന്നേരം മഴ മാറിയ ആകാശത്ത് ചെറിയൊരു വെളിച്ചം തെളിഞ്ഞിരുന്നു. ശോഭ വരാന്തയിലിരുന്ന് ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. അവിടേക്ക് കാപ്പിയുമായി വന്നത് ആകാശാണ്. ഇത് ടീച്ചർക്ക് അല്ല, ശോഭയ്ക്ക് ഇഷ്ടമുള്ള ഇഞ്ചി കാപ്പിയാണ്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കാപ്പി വാങ്ങി. അവന്റെ കൈകൾ തന്റെ കൈകളിൽ തൊട്ടപ്പോൾ അവൾ അറിയാതെ ഒന്ന് വിറച്ചു. ആകാശ് അവളുടെ തൊട്ടടുത്ത് വന്നിരുന്നു. ശോഭ,
നമ്മൾ ഈ വീട്ടിൽ ഒരു തടവുകാരെ പോലെ ജീവിക്കേണ്ടവരല്ല. അച്ഛന്റെ വാശിക്ക് നമ്മൾ ഇരകളായി എന്നത് സത്യമാണ്. പക്ഷെ ആ തീരുമാനത്തെ നമുക്ക് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാറ്റിയെടുക്കാൻ കഴിയില്ലേ? അവൻ ചോദിച്ച ചോദ്യം ലളിതമായിരുന്നുവെങ്കിലും അതിൽ ഒളിഞ്ഞിരുന്ന അർത്ഥം വലുതായിരുന്നു. ശോഭ അവനെ സൂക്ഷിച്ചു നോക്കി. മുടി ഒതുക്കി വെച്ച് ലളിതമായ വേഷത്തിലിരിക്കുന്ന ആകാശിന്റെ മുഖത്ത് ഇപ്പോൾ ഒരു ഗൗരവമുണ്ട്. അവൻ വെറും പയ്യനല്ല, തന്നോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നീ പറയുന്നത് എളുപ്പമാണ് ആകാശ്, പക്ഷെ സമൂഹം നമ്മളെ നോക്കുന്നത് ഒരു കണ്ണാടിയിലൂടെയാണ്. ആ കണ്ണാടിയിൽ എന്റെ പ്രതിബിംബം ഒരു ടീച്ചറാണ്, നിന്റേത് ഒരു വിദ്യാർത്ഥിയും. ഈ ചിന്തകൾ എങ്ങനെ മായ്ച്ചു കളയും? ആകാശമെല്ലാം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കാലം കൊണ്ട് മായ്ക്കാൻ കഴിയാത്ത ഒന്നുമില്ല. എനിക്ക് ടീച്ചറിനെ, ശോഭയെ വർഷങ്ങളായി അറിയാം. എന്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർ പഠിപ്പിച്ചിരുന്ന പാഠങ്ങളെക്കാൾ കൂടുതൽ ടീച്ചറുടെ പെരുമാറ്റവും ചിരിയുമാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. ഇതൊരു പെട്ടെന്നുള്ള ഇഷ്ടമല്ല. എനിക്ക് ടീച്ചറോടുണ്ടായിരുന്ന ആരാധന ഇപ്പോൾ സ്നേഹമായി മാറിയിരിക്കുന്നു. ശോഭ നിശബ്ദയായി. അവന്റെ വാക്കുകളിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ഒട്ടും ആലോചിക്കാതെ വായ തുറന്നു വന്നതല്ല ആ വാക്കുകൾ. പെട്ടെന്നൊരു കാറ്റിൽ ജനൽപ്പാളികൾ ശക്തിയായി അടഞ്ഞു. ശോഭ അല്പം ഭയന്നുപോയി. ആകാശ് അവളുടെ തോളിൽ കൈവച്ച് സമാധാനിപ്പിച്ചു. ആ സ്പർശനത്തിൽ അവൾക്കൊരു സുരക്ഷിതത്വം തോന്നി. അച്ഛന്റെ നിർബന്ധത്തിന് കെട്ടേണ്ടി വന്ന താലി ഇപ്പോൾ വെറും മഞ്ഞച്ചിരടല്ല, മറിച്ച് തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അവൾക്ക് തോന്നി തുടങ്ങി. നിനക്ക് ശരിക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുമോ? അവൾ പതുക്കെ ചോദിച്ചു. ഞാൻ ശ്രമിക്കാം. എനിക്ക് ടീച്ചറുടെ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ സമയമെടുക്കും, പക്ഷെ ഞാൻ തയ്യാറാണ്. ആകാശ് ചിരിച്ചു. ആ രാത്രി ശോഭ ഏറെ കാലത്തിന് ശേഷം നന്നായി ഉറങ്ങി. താൻ പെട്ടുപോയ തടവറയുടെ വാതിൽ മെല്ലെ തുറക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നവൾക്ക് തോന്നി. ആകാശ് എന്ന ആ ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വെറും പ്രായക്കുറവല്ല, മറിച്ച് താൻ നഷ്ടപ്പെടുത്തിയ പ്രതീക്ഷകളാണ്. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ശോഭയുടെ മനസ്സിൽ ഒരു പുതിയ തീരുമാനമുണ്ടായിരുന്നു. പുറം ലോകത്തെ ഭയന്ന് ഒളിച്ചിരിക്കുകയല്ല, മറിച്ച് നേരിടുകയാണ് വേണ്ടതെന്ന് അവൾ തീരുമാനിച്ചു. പക്ഷെ വിധിയുടെ തീരുമാനങ്ങൾ മറ്റൊന്നായിരുന്നു. അപ്പോഴാണ് അച്ഛൻ അസ്വസ്ഥനായി ഫോണുമായി വരാന്തയിലേക്ക് ഓടി വന്നത്. അച്ഛന്റെ മുഖത്തെ ഭാവമാറ്റം ശോഭയെയും ആകാശിനെയും ഒരുപോലെ അസ്വസ്ഥരാക്കി. ഫോൺ ചെവിയിൽ നിന്ന് മാറ്റാതെ അദ്ദേഹം തളർന്ന് കസേരയിലേക്കിരുന്നു. കണ്ണുകളിൽ ഭയവും അമ്പരപ്പും മേലിക്കുന്നുണ്ടായിരുന്നു. എന്താ അച്ഛാ, എന്താണ് സംഭവിച്ചത്? ശോഭ വേവലാതിയോട് ചോദിച്ചു. അച്ഛൻ ഒന്നും വേണ്ടിയില്ല. കുറച്ചുനേരം കൂടി നിശബ്ദനായിരുന്ന ശേഷം അദ്ദേഹം മെല്ലെ തല ഉയർത്തി. അവൻ നിന്നെ ഉപേക്ഷിച്ചു പോയ ആ വരൻ, അയാളെ പോലീസ് പിടിച്ചിരിക്കുന്നു. ശോഭയുടെ നെഞ്ചിൽ ആഘാതമേൽക്കും പോലെ തോന്നി. തന്റെ ജീവിതം ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ട ആ വരനെ കുറിച്ച് കേൾക്കുമ്പോൾ ഉള്ളിൽ പഴയൊരു നീറ്റൽ വീണ്ടും ഉണർന്നു. എന്ത് കേസച്ച? ആകാശ് ഗൗരവത്തോടെ ചോദിച്ചു. കള്ളപ്പണം വെളുപ്പിച്ചതിനും വലിയൊരു സാമ്പത്തിക തട്ടിപ്പിനും. അവനും അവന്റെ കുടുംബവും കുറെ കാലമായി ഇതിൽ ഉൾപ്പെട്ടിരുന്നു. വിവാഹത്തിന് തൊട്ടുമുമ്പ് അവൻ മുങ്ങിയത് പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല, അവനെ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അച്ഛൻ വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. ആ മുറിയിൽ നിശബ്ദത തളം കെട്ടി. താൻ കെട്ടിവെച്ച ജീവിതം ഒരു തെറ്റായ തീരുമാനത്തിൻ്റെതായിരുന്നുവെന്ന് ബോധ്യപ്പെട്ട നിമിഷം ശോഭ ആലോചിച്ചത് ആകാശിനെ കുറിച്ചാണ്. അവനില്ലായിരുന്നെങ്കിൽ താൻ ഇന്ന് എവിടെയായിരുന്നേനെ? ഒരു പക്ഷെ താനിപ്പോൾ മറ്റൊരു വലിയ ദുരന്തത്തിലായിരുന്നേനെ. അപ്പോൾ അച്ഛനെടുത്ത തീരുമാനം. ശോഭ വാക്കുകൾ മുഴമിപ്പിച്ചില്ല. അതെ, അത് തെറ്റായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. നിന്നെ ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തത് മറ്റൊരു കുഴപ്പത്തിൽ നിന്നെ കൊണ്ടിടുകയായിരുന്നു. ആകാശ്, നിന്നോട് എനിക്ക് മാപ്പ് പറയാൻ വാക്കുകളില്ല. നിനക്ക് നിന്റെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, പ്രായമുണ്ടായിരുന്നു, അത് ഞാൻ നശിപ്പിച്ചു. അച്ഛൻ ആകാശിന്റെ നേർക്ക് നോക്കി സങ്കടത്തോടെ പറഞ്ഞു. ആകാശ് എഴുന്നേറ്റ് അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ മുഖത്ത് കുറ്റബോധമോ ദേഷ്യമോ ഉണ്ടായിരുന്നില്ല. അച്ഛാ, ഇത് വിധിയെന്ന് തന്നെ വേണം കരുതാൻ. ഞാൻ ഇന്ന് ശോഭയുടെ ഭർത്താവാണ്. അത് അച്ഛന്റെ തീരുമാനമാണെങ്കിലും അല്ലെങ്കിലും ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. ഇത് അച്ഛന്റെ കുറ്റമല്ല. ശോഭ ആ കാഴ്ച നോക്കി നിന്നു. തന്നേക്കാൾ പ്രായം കുറവായിരുന്നിട്ടും ആകാശ് കാണിക്കുന്ന ഈ പക്വത അവളെ അത്ഭുതപ്പെടുത്തി. അവൻ അച്ഛനെ ആശ്വസിപ്പിക്കുന്നത് കണ്ടപ്പോൾ അവളിൽ അവനോട് കൂടുതൽ ബഹുമാനം തോന്നി. പക്ഷേ ഈ സത്യം പുറത്തറിഞ്ഞാൽ നാട്ടുകാർ ഇനി എന്തു പറയും? വിവാഹം മുടങ്ങിയ പെണ്ണിനെ രക്ഷിച്ചവൻ എന്ന ലേബലിൽ ആകാശിനെ അവർ കാണുമോ? ശോഭേ, ആകാശ് അവളെ വിളിച്ചു. ഇനി നമ്മൾ ഒളിച്ചിരിക്കേണ്ടതില്ല. നാളെ മുതൽ നീ തിരികെ സ്കൂളിലേക്ക് പോകണം. ആരും നിന്നെ ചോദ്യം ചെയ്യില്ല. നീ ആരെയും വഞ്ചിച്ചിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലാകും. ശോഭ ഒരു ദീർഘശ്വാസം വിട്ടു. താൻ നേരിട്ട അപമാനങ്ങളുടെയും പരിഹാസങ്ങളുടെയും കാരണം താനല്ലെന്ന് തെളിയിക്കപ്പെട്ട ആശ്വാസത്തിൽ അവൾ അല്പം ആത്മവിശ്വാസം വീണ്ടെടുത്തു. എന്നാൽ അച്ഛന്റെ ഫോൺ വീണ്ടും മുഴങ്ങി. അത് പോലീസിൽ നിന്നായിരുന്നു. ആ കേസിൽ ശോഭയുടെ അച്ഛന്റെയും പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? അച്ഛൻ പോലീസുകാരുമായി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശോഭയുടെ ഹൃദയം പടപടാ നടിക്കുന്നുണ്ടായിരുന്നു. ഫോൺ വെച്ച ശേഷം അച്ഛൻ തിരികെ തളർന്നിരുന്നു. അദ്ദേഹം വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു. എന്താ അച്ഛാ, പോലീസ് എന്തിനാണ് വിളിച്ചത്? ശോഭ ഓടിച്ചെന്ന് ചോദിച്ചു.
അച്ഛൻ തലയിൽ കൈവച്ചിരുന്നു. ആ തട്ടിപ്പുകാർ, അവരുമായി എനിക്ക് കുറച്ച് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഈ വിവാഹമുറപ്പിച്ച സമയത്ത് എന്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കുറച്ചു പണം ഞാൻ അവരിൽ നിക്ഷേപിച്ചിരുന്നു. പക്ഷെ അതൊക്കെ നിയമവിരുദ്ധമായ ഇടപാടുകളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പോലീസ് എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അച്ഛന്റെ വാക്കുകൾ കേട്ട് ശോഭ തകർന്നു പോയി. തന്റെ വിവാഹം മുടങ്ങിയപ്പോൾ ഉണ്ടായ മാനക്കേടിന് പുറപ്പോൾ അച്ഛന്റെ ഈ നിയമപ്രശ്നവും. ആകാശ് സാവധാനം അച്ഛന്റെ അടുത്ത് ചെന്നു. അച്ഛാ, പേടിക്കേണ്ട, സത്യം തുറന്നു പറയാം. അറിവില്ലായ്മ കൊണ്ടാണ് അച്ഛൻ അതിൽ പെട്ടതെന്ന് പോലീസ് മനസ്സിലാക്കും. നമുക്കൊരു വക്കീലിനെ കാണാം. ആകാശിന്റെ സംസാരത്തിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ശോഭ അത്ഭുതത്തോടെ അവനെ നോക്കി. ഇന്നലെ വരെ താൻ ഒരു കുട്ടിയായി കണ്ടിരുന്ന ആകാശ് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ താങ്ങായി മാറുന്നു. അടുത്ത ദിവസം ശോഭ സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി. ഇത്തവണ അവളുടെ മനസ്സിൽ ഭയമായിരുന്നില്ല, മറിച്ച് ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. സ്കൂളിലെത്തിയപ്പോൾ അധ്യാപകരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായിരുന്നു. മുമ്പ് പരിഹസിച്ചവരും ഒഴിഞ്ഞു മാറിയവരും ഇന്നൽപ്പം ബഹുമാനത്തോടെയാണ് സംസാരിച്ചത്. ശോഭയുടെ ആദ്യത്തെ വരൻ ഒരു ക്രിമിനലാണെന്ന വാർത്ത നാട്ടിലാകെ പരന്നിരുന്നു. ഇപ്പോൾ എല്ലാവരും ശോഭയെ ഒരു ഇരയായും ആകാശിനെ ഒരു രക്ഷകനുമായാണ് കാണുന്നത്. ഉച്ച സമയത്ത് അഖിൽ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു. ഇത്തവണ അവന്റെ മുഖത്ത് പരിഹാസമായിരുന്നില്ല, മറിച്ച് കുറ്റബോധമായിരുന്നു. ടീച്ചർ, എനിക്ക് തെറ്റിപ്പോയി. അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ടീച്ചർക്ക് ആകാശ് ചേട്ടനെ പോലെ ഒരു ജീവിത പങ്കാളിയെ ലഭിച്ചത് വലിയൊരു ഭാഗ്യമാണ്. ചേട്ടൻ ശരിക്കും ടീച്ചറെ സ്നേഹിക്കുന്നുണ്ട്. അഖിലിന്റെ വാക്കുകൾ ശോഭയുടെ കണ്ണുകളിൽ നനവ് പടർത്തി. സ്കൂളിൽ എല്ലാവരും അവളെ അംഗീകരിച്ചു തുടങ്ങിയിരുന്നു. ക്ലാസ്സിൽ കയറി അവൾ പാഠം പറഞ്ഞു തുടങ്ങിയപ്പോൾ കുട്ടികൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അവൾ പഴയതുപോലെ തിരികെ എത്തിയിരുന്നു, പക്ഷെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങളോടെ. വൈകുന്നേരം സ്കൂൾ വിട്ട് പുറത്തിറങ്ങിയപ്പോൾ ആകാശ് അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇത്തവണ ശോഭ സന്തോഷത്തോടെ അവനെ നോക്കി ചിരിച്ചു. അവന്റെ സ്കൂട്ടറിൽ കയറിയിരിക്കുമ്പോൾ അവൾ ആദ്യമായി അവനെ ചേർത്ത് പിടിച്ചു. എന്താ ആലോചിക്കുന്നത്? അവൻ ചോദിച്ചു. ഒന്നുമില്ല. ജീവിതം നമ്മൾ എവിടേക്കാണോ കൊണ്ടുപോയത് അത് ചിലപ്പോൾ നല്ലതിനായിരിക്കും എന്ന് തോന്നുന്നു, അവൾ മെല്ലെ പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ അച്ഛന്റെ പ്രശ്നങ്ങൾക്കൊരു ചെറിയ പരിഹാരം കണ്ടു തുടങ്ങിയിരുന്നു. ആകാശ് ഒരു വക്കീലിനെ ഏർപ്പാടാക്കി. അച്ഛന് വലിയ പങ്കൊന്നുമില്ലെന്ന് പോലീസ് ഏകദേശം മനസ്സിലാക്കിയിരുന്നു. ഇരുണ്ട മേഘങ്ങൾ മാറി ഒരു ചെറിയ വെളിച്ചം അവരുടെ കുടുംബത്തിൽ തെളിഞ്ഞു തുടങ്ങി. ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ ഒന്ന് അടങ്ങിയപ്പോൾ ശോഭയ്ക്കും ആകാശിനും പരസ്പരം കൂടുതൽ അടുത്തറിയാൻ അവസരം ലഭിച്ചു. ഒരു കരാറ് വിവാഹമായി തുടങ്ങിയ ബന്ധം പതിയെ സ്നേഹത്തിന്റെ ചെറിയ നാമ്പുകൾ മുളയ്ക്കുന്ന ഒന്നായി മാറി. ആകാശ് തന്റെ ബിരുദ പഠനം പൂർത്തിയാക്കി ഒരു ജോലിക്ക് ശ്രമിച്ചു തുടങ്ങിയിരുന്നു. ശോഭയാകട്ടെ സ്കൂളിലെ തിരക്കുകൾക്കിടയിലും വീട്ടിലെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. വൈകുന്നേരങ്ങളിൽ അവർ രണ്ടുപേരും ചേർന്ന് വീടിന്റെ ഉമ്മറത്തിരുന്ന് വർത്തമാനം പറയുന്നതും പഴയ കാര്യങ്ങൾ പങ്കുവെക്കുന്നതും പതിവായി. ഒരിക്കൽ ശോഭയുടെ മുറിയിൽ ഇരിക്കുമ്പോൾ ആകാശ് ഒരു പഴയ ഡയറി എടുത്തു. അതിലവൾ പണ്ട് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ആകാശ് എഴുതിയ ചെറിയ കുറിപ്പുകളും കവിതകളും ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനാ സൂക്ഷിക്കുന്നത്? ശോഭ ലജ്ജയോട് ചോദിച്ചു. ഇതാണ് എന്റെ നിധി, ആകാശ് ചിരിച്ചു. അന്ന് ടീച്ചറുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു, എന്നെങ്കിലും എനിക്ക് ടീച്ചറുടെ അരികിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിയുമോ എന്ന്. അതൊരു സ്വപ്നമായിരുന്നു. ഇന്നത് സത്യമായി. ആ നിമിഷത്തിൽ ശോഭയ്ക്ക് തോന്നി, താൻ ഇത്രയും നാളും അവനെ അവഗണിച്ചത് വെറും പ്രായത്തിന്റെ കണക്കുകൾ നോക്കി മാത്രമായിരുന്നു. എന്നാൽ പ്രായത്തെക്കാൾ വലുതൊരു മനുഷ്യന്റെ ഹൃദയമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആകാശ് തന്നേക്കാൾ പക്വതയുള്ളവനാണ്, തന്നേക്കാൾ തന്നെ സ്നേഹിക്കുന്നവനാണ്. അച്ഛന്റെ കേസ് പൂർണ്ണമായും ഒത്തുതീർപ്പായി. അദ്ദേഹം തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് മകളുടെ ജീവിതത്തിൽ താൻ വരുത്തിയ മാറ്റങ്ങൾക്ക് ശോഭയോടും ആകാശിനോടും മാപ്പ് ചോദിച്ചു. എനിക്ക് തെറ്റിപ്പോയി മോളെ. ഒരു ഭർത്താവിനെ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ നിന്റെ മനസ്സറിഞ്ഞില്ല. പക്ഷേ ഇന്ന് നിന്നേക്കാൾ നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ നിനക്കൊപ്പമുണ്ടെന്ന് എനിക്ക് ബോധ്യമായി, അച്ഛൻ കണ്ണീരോടെ പറഞ്ഞു. ആ സന്തോഷകരമായ ദിവസത്തിൽ ശോഭ ഒരു വലിയ തീരുമാനമെടുത്തു. അവൾ ആകാശിന്റെ അടുത്തേക്ക് ചെന്നു. ആകാശ്, നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങിക്കൂടെ? നാട്ടുകാർക്ക് വേണ്ടിയുള്ള ഈ അഭിനയം മതിയാക്കാം. നമുക്ക് പരസ്പരം മനസ്സിലാക്കി ഒരു യഥാർത്ഥ ദമ്പതികളായി ജീവിക്കാം. ആകാശിന്റെ കണ്ണുകളിൽ സന്തോഷം വിരിഞ്ഞു. അവൻ ശോഭയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഞാൻ ഇതിനു വേണ്ടി എത്രയോ കാലമായി കാത്തിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വസന്തം പൂത്തു തുടങ്ങി. എന്നാൽ കഥയിൽ ഇനിയും ഒരു ചെറിയ വഴിത്തിരിവ് ബാക്കിയുണ്ടോ? എന്താണ് ആകാശിന്റെ ഭാവിയിലെ വലിയ ലക്ഷ്യം? വർഷങ്ങൾ കടന്നുപോയി. ആ വലിയ തറവാട്ട് വീടിന്റെ മുറ്റത്ത് അപ്പോഴും പഴയതുപോലെ പന്തലിന്റെ അടയാളങ്ങൾ ഇല്ലായിരുന്നെങ്കിലും അവിടെ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിന്റെ അലയലുകൾ ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ പരിഹാസങ്ങളോ അമ്മയുടെ ആക്രോശങ്ങളോ ഒന്നും ഇന്ന് ആ വീടിനെ ബാധിക്കുന്നില്ല. ആകാശ് ഇന്ന് തന്റെ കഠിനാധ്വാനത്തിലൂടെ സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. തന്റെ ടീച്ചറിനെ, ഇപ്പോൾ തന്റെ ജീവിത പങ്കാളിയായ ശോഭയെ അവനൊട്ടും കുറയാതെ ചേർത്ത് പിടിക്കുന്നു. ശോഭ ഇപ്പോഴും സ്കൂളിൽ അധ്യാപികയായി തുടരുന്നു. പക്ഷെ അവൾക്കിപ്പോൾ പഴയതുപോലെ ഒരു ടീച്ചർ എന്ന ഗൗരവമല്ല, മറിച്ച് ആകാശിന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്ന നിലയിലുള്ള തിളക്കമാണ് മുഖത്ത്. ഒരു വൈകുന്നേരം അവർ രണ്ടുപേരും പൂന്തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. ആകാശ് ശോഭയുടെ തോളിൽ കൈവച്ചു. ശോഭ, നമ്മൾ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ ഞാൻ എന്ത് ചെറിയ പയ്യനായിരുന്നു അല്ലേ? ആകാശ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ശോഭ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. അല്ല,
നീ അന്നും പക്വതയുള്ളവനായിരുന്നു. പ്രായമെന്നത് കേവലം അക്കങ്ങൾ മാത്രമാണെന്ന് നീയാണ് എനിക്ക് കാണിച്ചു തന്നത്. എന്റെ പഴയ സ്വപ്നങ്ങൾ തകർന്നപ്പോൾ നീയാണ് എനിക്ക് പുതിയൊരു ജീവിതം തുന്നിച്ചേർത്ത് തന്നത്. അവരുടെ ജീവിതത്തിൽ ആ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഇരട്ടിയാക്കാൻ ഒരു ചെറിയ അതിഥി കൂടി ആ വീട്ടിലേക്ക് എത്താൻ പോകുന്നു എന്ന വാർത്ത അവർ പരസ്പരം പങ്കുവച്ചു. ആകാശിന്റെ ആ കണ്ണുകളിൽ അപ്പോഴും താൻ ആരാധിച്ചിരുന്ന ടീച്ചറോട് ഇപ്പോൾ തന്റെ പ്രിയതമയോടുള്ള അതേ സ്നേഹവും ബഹുമാനവും അലയടിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഇപ്പോൾ പൂർണ്ണമായും മാറി. അദ്ദേഹം തന്റെ പേരക്കുട്ടിയെ വരവേൽക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നാട്ടുകാർ അന്ന് പരിഹസിച്ചവർ പോലും ഇന്ന് ശോഭയുടെയും ആകാശിന്റെയും ഈ മനോഹരമായ ബന്ധത്തെ കണ്ട് അത്ഭുതപ്പെടുന്നു. പ്രായവ്യത്യാസങ്ങൾക്കും സമൂഹത്തിന്റെ വിധിക്കലുകൾക്കും അപ്പുറം ഹൃദയങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുന്ന സ്നേഹത്തിന് വലിയ ശക്തിയുണ്ടെന്ന് ആ ചെറിയ കുടുംബം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ശോഭയുടെ നെറ്റിയിലെ കുങ്കുമം അപ്പോഴും തിളങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഒരു ഭാരമായിരുന്നില്ല, മറിച്ച് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യത്തിന്റെ അടയാളമായിരുന്നു. താലി ചാർത്തിയത് ഒരു ശിഷ്യനാണെന്ന തോന്നൽ ഒടുവിൽ പൂർണ്ണമായും മാഞ്ഞു. പകരം തന്റെ ആത്മമിത്രമെന്ന സത്യം ആ മനസ്സിലുറച്ചു. വിധി പലപ്പോഴും നമ്മളെ തകർക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മൾ തളരാതെ മുന്നോട്ട് പോയാൽ വിധി തന്നെ നമുക്ക് മുന്നിൽ പുതിയൊരു പാത തുറന്നു തരും. ശോഭയുടെയും ആകാശിന്റെയും ജീവിതം അതൊരു മനോഹരമായ സാക്ഷ്യപത്രമാണ്.